നമ്മുടെ നെക്സ്റ്റ് ക്ലാസ് എന്ന് പറയുന്നത് ടെസ്റ്റ് അഫക്റ്റഡ് ബൈ ഡൈമോണൽ വേരിയേഷൻ. ഒറ്റ പ്രാവശ്യം കേട്ടാൽ തന്നെ പഠിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല, എങ്കിലും അത് ഏറ്റവും സിംപ്ലിഫൈ ചെയ്ത് ഞാൻ എടുത്തിട്ടുണ്ട്. ഒന്ന് കോർട്ടിസോൾ എപ്പോഴൊക്കെ കൂടും, പരീക്ഷയ്ക്ക് ഭാവികാലം ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. അതിൻ്റെ പീക്ക് എത്തുന്നത് 4 to 6 AML ആണ്. പീക്ക് വാല്യൂ ആയിരിക്കും. ഇന്നലത്തെ ക്ലാസ്സിൻ്റെ ബാക്കി നെക്സ്റ്റ് ലോവസ്റ്റ് എപ്പോഴാണ് കാണിക്കുന്നത് കോർട്ടിസോളിൻ്റെ പ്രൊഡക്ഷൻ? 8 AM to 8 PM to 12 AM. സ്ട്രെസ് കൂടുമ്പം ഇത് ഇൻക്രീസ് ചെയ്യും, വാല്യൂ ഇൻക്രീസ് ആവും. അപ്പോൾ ഓരോ അനലൈറ്റും നമ്മുടെ ബോഡിയിൽ നമ്മുടെ ടൈമിനനുസരിച്ച്, ഋതം അനുസരിച്ച്, ബയോളജിക്കൽ ഋതം അനുസരിച്ച് എങ്ങനെയാണ് കൂടുന്നത്, ഏതൊക്കെ ടൈമിൽ പീക്ക് വാല്യൂ കാണിക്കും, നോർമലി ഏതൊക്കെ ടൈമിൽ അത് ലോവസ്റ്റ് കാണിക്കും, എപ്പോൾ അത് കൂടും. അപ്പോൾ കോർട്ടിസോളിൻ്റെ കാര്യമാണ്, നമ്മൾ ബ്ലഡ് കോർട്ടിസോളാണ് ടെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ ഏറ്റവും ഹയസ്റ്റ് വാല്യൂ കാണിക്കുന്ന സമയം 4 to 6 AM ആണ്. ഏറ്റവും കുറച്ച് കാണിക്കുന്ന സമയത്ത് 8 PM to 12 AM ആണ് ഏറ്റവും കുറച്ച് കാണിക്കുന്ന സമയം. സ്ട്രെസ് എപ്പോൾ ഉണ്ടെങ്കിലും എന്ത് സംഭവിക്കും, വാല്യൂ ഭയങ്കര ഹൈ ആയിരിക്കും. നെക്സ്റ്റ് ACTH എങ്ങനെയാണ്? നൈറ്റിൽ ലോവർ വാല്യൂ ആണ്. രാത്രി ടൈമിൽ നമ്മൾ ACTH നോക്കിയാൽ വാല്യൂ കുറവായിരിക്കും. സ്ട്രെസ്സിൽ ഇൻക്രീസ്ഡ് വാല്യൂ. എപ്പോൾ സ്ട്രെസ് ഉണ്ടാവുന്നു ACTH കൂടും. അപ്പോൾ കോർട്ടിസോളോ പീക്ക് എപ്പോഴാണ്? 4 to 6 AM. കുറവ് എപ്പോഴാണ്? 8 PM to 12 AM. സ്ട്രെസ് വരുമ്പോൾ കൂടും. ACTHും നൈറ്റിൽ കുറവായിരിക്കും, സ്ട്രെസ് വരുമ്പോൾ കൂടും. പ്ലാസ്മ റെനിൻ ആക്ടിവിറ്റി. പ്ലാസ്മ റെനിൻ ആക്ടിവിറ്റി എങ്ങനെയാണ്? നൈറ്റിൽ കുറവായിരിക്കും, ഹയറാവുന്ന എപ്പോഴാണ്? സ്റ്റാൻഡിങ് പൊസിഷനിൽ ഹയർ വാല്യൂ ആയിരിക്കും. സ്റ്റാൻഡിങ് പൊസിഷൻ. കോർട്ടിസോൾ പീക്ക് 4 to 6 AM, ലോവസ്റ്റ് 8 PM to 12 AM. സ്ട്രെസ്സിൽ കൂടും. അതുപോലെ തന്നെ ACTH സ്ട്രെസ്സിൽ കൂടും, നൈറ്റിൽ കുറവായിരിക്കും, സ്ട്രെസ് വരുമ്പോൾ കൂടും. പ്ലാസ്മ റെനിൻ ആക്ടിവിറ്റി നൈറ്റിൽ കുറവായിരിക്കും, സ്റ്റാൻഡിങ് പൊസിഷനിൽ ദെൻ കമ്പയർഡ് ടു സുപ്പൈൻ പൊസിഷൻ. സുപ്പൈൻ പൊസിഷനിൽ കുറവായിരിക്കും, പക്ഷേ സ്റ്റാൻഡിങ് പൊസിഷനിൽ ഹയർ വാല്യൂ ആയിരിക്കും പ്ലാസ്മ റെനിൻ ആക്ടിവിറ്റി കാണിക്കുന്നത്. നെക്സ്റ്റ് ആൽഡോസ്റ്റിറോൺ. ആൽഡോസ്റ്റിറോൺ നൈറ്റിൽ കുറവായിരിക്കും. എഴുതിയോ? ഇൻസുലിന് നൈറ്റിൽ കുറവായിരിക്കും. ആരൊക്കെയാണ് നൈറ്റിൽ കുറവുള്ള ആൾക്കാർ? ആൽഡോസ്റ്റിറോൺ, ഇൻസുലിൻ. പ്ലാസ്മ റെനിൻ ആക്ടിവിറ്റി നൈറ്റിൽ കുറവാണ്, ACTH നൈറ്റിൽ കുറവാണ്. അപ്പോൾ നൈറ്റിൽ കുറവുള്ളവരെല്ലാം ഒരു ടേബിളാക്കി നോക്കണം കേട്ടോ. ഗ്രോത്ത് ഹോർമോണ്
ഹയർ ആവുന്ന എപ്പോഴാണ്? ആഫ്റ്റർനൂണും ഈവനിങ്ങിലും ഹയർ ആയിരിക്കും. ആസിഡ് ഫോസ്ഫേറ്റേസ് ആഫ്റ്റർനൂണും ഈവനിങ്ങും ഹയർ. അപ്പൊ ഇൻസുലിന് നൈറ്റിൽ കുറവായിരിക്കും, ആഫ്റ്റർനൂണും ഈവനിങ്ങും ഗ്രോത്ത് ഹോർമോൺ കൂടും, അതുപോലെ തന്നെ ആഫ്റ്റർനൂണും ഈവനിങ്ങും ആസിഡ് ഫോസ്ഫേറ്റേസും കൂടും. തൈറോക്സിൻ എക്സസൈസ് ചെയ്യുമ്പം കൂടും. തൈറോക്സിൻ എക്സസൈസ് ചെയ്യുമ്പോൾ കൂടും. എക്സസൈസ് ചെയ്യുമ്പോൾ കൂടും. പ്രൊലാക്റ്റിൻ സ്ട്രെസ്സിൽ എന്താണേലും കൂടും അറിയാം. സ്ട്രെസ്സിൽ കൂടും. എപ്പോഴൊക്കെയാണ് പിന്നെ ഹയർ ലെവൽ വരുന്നതെന്ന് വെച്ചാൽ, ഹയർ ലെവൽ അറ്റ് 4 AM, 8 AM, 8 PM, 10 PM. ഇപ്പോഴെല്ലാം കൂടും. അയൺ കൂടുതലാകുന്ന സമയം ഏർലി ടു ലേറ്റ് മോർണിംഗ്. അതിൻ്റെ അളവ് കൂടി. ഇൻസുലിന് നൈറ്റിൽ കുറവായിരിക്കും, ഗ്രോത്ത് ഹോർമോണും ആസിഡ് ഫോസ്ഫേറ്റേസും ആഫ്റ്റർനൂണും തൊട്ട് ഈവനിങ് വരെ ഹയർ വാല്യൂ ആയിരിക്കും കാണിക്കുന്നത്. തൈറോക്സിൻ എക്സസൈസ് ചെയ്യുന്നതിനനുസരിച്ച് കൂടും. പ്രൊലാക്റ്റിൻ സ്ട്രെസ് വരുമ്പോൾ കൂടും. അതുപോലെ ഹയർ വാല്യൂ കാണിക്കുന്ന സമയം 4 AM, 8 PM, 8 AM, 10 PM. അയണ് പീക്ക് കാണിക്കുന്ന എപ്പോഴൊക്കെയാണ്? ഏർലി മോർണിംഗിലും ലേറ്റ് മോർണിംഗിലും ഹൈ വാല്യൂസ് ആയിരിക്കും കാണിക്കുന്നത്. നെക്സ്റ്റ് കാൽസ്യം. സുപ്പൈൻ പൊസിഷനിൽ 4% ഡിക്രീസ് ആയിരിക്കും കാണിക്കുന്നത്. കാൽസ്യത്തിന്റെ അളവ് അതൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. കാൽസ്യം 4% ഡിക്രീസ് ഇൻ സുപ്പൈൻ പൊസിഷൻ. സ്റ്റേറ്റ്മെന്റ് വൈസ് ക്വസ്റ്റ്യൻസിന് പ്രീവിയസ് കൂടെ നമുക്ക് ഇത് വേണേൽ ആഡ് ചെയ്ത് ചോദിക്കാം. സുപ്പൈൻ പൊസിഷൻ. ഓക്കെ, നമുക്ക് ഓരോ ടെസ്റ്റ് വീതം പറയണം. ഞാൻ എടുത്തിരിക്കുന്ന എക്സസൈസ് ആണ്. എക്സസൈസ് ചെയ്യുമ്പോൾ എന്തൊക്കെ സംഭവിക്കും, ഏതൊക്കെ ടെസ്റ്റിനെ അഫക്ട് ചെയ്യുമെന്നാണ് പറയാൻ പോകുന്നത്. അതിപ്പോൾ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു, സ്ട്രെസ്സിൻ്റെ കാര്യമൊക്കെ പറഞ്ഞു. എക്സസൈസ് ചെയ്യുമ്പം ഏതൊക്കെ ടെസ്റ്റിനെ അഫക്ട് ചെയ്യുമെന്നാണ് പറയാൻ പോകുന്നത്. ഏതിനെയൊക്കെ കൂട്ടും, ഏതിനെയൊക്കെ കുറയ്ക്കും, ഏതിനെയൊക്കെ ആക്ടിവേറ്റ് ചെയ്യും. എക്സസൈസിൽ എന്തൊക്കെ എലിമിനേറ്റ് ആകും, എന്തൊക്കെ കുറയും, എന്തിനൊക്കെ ആക്ടിവേഷൻ സംഭവിക്കും. 3 ടേബിളായിട്ട് തന്നെ ഇട്ട് പഠിച്ചു. കൂടുന്നത് CK, ക്രിയാറ്റിൻ ഫോസ്ഫോകൈനേസ്, aspartate transaminase, lactase dehydrogenase, prolactin. തന്നെ കാണാൻ വിളിച്ചു. നമ്മൾ സിവിയർ എക്സസൈസ്, എയറോബിക് എക്സസൈസ്, ലോങ് ടേം എക്സസൈസ് ഒക്കെ ചെയ്യുമ്പം ഏതൊക്കെ
നമ്മുടെ ബോഡിയിൽ കൂടുന്ന അനലൈസുകൾ എന്ന് വെച്ചാൽ ക്രിയാറ്റിൻ ഗ്ലൂക്കോസൈനേസ്, അസ്പാർട്ടേറ്റ് ട്രാൻസ്അമൈനേസ്, LDH, പ്രൊലാക്റ്റിൻ. എന്തൊക്കെയാണ് കുറയുന്നത്? സിറം ഗൊണാഡോട്രോപ്പിൻ, സെക്സ് സ്റ്റിറോയിഡ് കോൺസെൻട്രേഷൻ. എന്തിനൊക്കെയാണ് ആക്ടിവേഷൻ സംഭവിക്കുന്നത്? കോയാഗുലേഷൻ, ഫൈബ്രിനോലൈസിസ്, പ്ലേറ്റ്ലെറ്റ്. ഓക്കെ. അപ്പോൾ എക്സസൈസ് ചെയ്യുമ്പോൾ എലിവേറ്റ് ചെയ്യുന്നത് ക്രിയാറ്റിൻ കൈനേസ്, AST, LDH, പ്രൊലാക്റ്റിൻ. ഡിക്രീഷൻ വരുന്നതിന് ഡിക്രീസ്ഡ് ആവുന്നത് ഏത് അനലൈറ്റാണ്? സിറം ഗൊണാഡോട്രോപ്പിൻ, സെക്സ് സ്റ്റിറോയിഡ് കോൺസെൻട്രേഷൻ. എന്തിനൊക്കെ ആക്ടിവേഷൻ സംഭവിക്കാം? കോയാഗുലേഷൻ ഫാക്ടേഴ്സ്, ഫൈബ്രിനോലൈസ് ആൻഡ് പ്ലേറ്റ്ലെറ്റ്. ഓക്കെ, എഴുതി കഴിയുമ്പോൾ പറയണേ. അപ്പൊ എക്സസൈസിന്റെ കാര്യത്തിലേക്കൊക്കെയാണ് അനലൈസിൻ സംഭവിക്കുന്നത്. ഇനി ഡയറ്റിൽ കുറേ കാര്യങ്ങൾ പറയാം. ഫാസ്റ്റിംഗ് ആകുമ്പം 48 hours, 72 hours, പിന്നെ ഓരോന്നിനും ഓരോ അനലൈസിനും ഏതൊക്കെ ഡയറ്റ് നമ്മുടെ ടെസ്റ്റിനെ ഇന്റർഫിയർ ചെയ്യും അതുകൂടെ പറയാം. എഴുതി കഴിയുമ്പോൾ പറയണേ. എക്സസൈസ് കഴിയുമ്പോൾ എക്സസൈസ് വളരെ ഈസിയാണ്. എലിവേഷൻ, ഡിക്രീസ്, ആക്ടിവേറ്റ് കാര്യങ്ങൾ പഠിക്കും. പക്ഷെ ഡയറ്റ് മനസ്സ് വെച്ചാൽ പഠിക്കാം, കാരണം എല്ലാം റിലേറ്റഡ് ടു ലിപ്പിഡാണ്. ഫുഡ് പ്രധാനമായിട്ട് അതാണല്ലോ വരുന്നത്. കഴിഞ്ഞ ഓക്കെ. നെക്സ്റ്റ് ഡയറ്റാണ്. ഡയറ്റിൽ നമുക്ക് ആഫ്റ്റർ ഈറ്റിംഗ് നമ്മൾ ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ നോർമലി എന്തൊക്കെ കൂടാം? ഗ്ലൂക്കോസ് ബ്ലഡിൽ കൂടാം, CIC ആണ് ഗ്ലൂക്കോസ്, TGL ട്രൈഗ്ലിസറൈഡും കൂടാം, ഇൻക്രീസ്ഡ് ആവാം. നെക്സ്റ്റ് ഒരു 48 ഫാസ്റ്റിംഗ് ആണെങ്കിലോ, 48 hours ഫാസ്റ്റിംഗ് ആണെങ്കിൽ എന്ത് കൂടാം? സിറം ബിലിറുബിൻ കൂടി കൂടാം. ഫാസ്റ്റിംഗ് ഫോർ 72 hours ആണെങ്കിലോ എന്തൊക്കെ കുറയാം? ഇത് ഈറ്റിംഗ് ആണ്, ഇത് രണ്ട് ഫാസ്റ്റിംഗ് ആണ്. പ്ലാസ്മ ഗ്ലൂക്കോസ് കുറയാം, എത്ര കുറയാം? ഒരു ഹെൽത്തി വുമൺ ആണെങ്കിൽ എത്ര കുറയുമെന്ന് അറിയാമോ? 45 mg/dl കുറയും, എന്ന് വെച്ചാൽ 2.5 mmol/L കുറയും. എന്നാൽ ഗൈഡ്ലൈൻ ഷോസ് ഹെൽത്തി മെൻ ആണെങ്കിൽ അപ്പോൾ എത്ര കുറയും? ഇൻക്രീസ് LDL, glycerol, free fatty acid. No change in cholesterol. അപ്പോൾ നമ്മൾ ഫുഡ് കഴിച്ച് കഴിയുമ്പം ഏതൊക്കെയാണ് കൂടുന്നത്? ഗ്ലൂക്കോസും TGL-ഉം കൂടും. ആഫ്റ്റർ ഈറ്റിംഗ് ഗ്ലൂക്കോസ് ആൻഡ് TGL ഇൻക്രീസ്. നമ്മളൊരു 48 hours, നമ്മളിപ്പോൾ സാധാരണ നോവൽ ബ്ലഡ് എടുക്കാൻ വരുമ്പോൾ എന്താ പറയുക, 7 to 8 hour ഫാസ്റ്റിംഗ്, അല്ലെങ്കിൽ എത്ര മണിക്കൂർ ഫാസ്റ്റിംഗ് പറയുന്നത്? മിനിമം ഒരു 12 hour കൂടാൻ പാടില്ല, എന്നാലും 8 hour 7 hour ഒക്കെ എടുക്കുമെന്ന് തോന്നുന്നു. നിങ്ങൾ രാവിലെ വരുമ്പോൾ എത്ര മണിക്കൂർ ഫാസ്റ്റിംഗ് ആവണമായിരിക്കണം എന്നാ പറയുന്നത്?
രാത്രി 8 മണിക്ക് അല്ലെങ്കിൽ 9 മണിക്ക് ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ രാവിലെ എത്ര സമയത്ത് എടുക്കണമെന്നല്ലേ പറയാറില്ല? 12 hour ഫാസ്റ്റിംഗ് ആണോ പറയുന്നത്? ഓക്കെ, നിങ്ങളുടെ ലാബിലൊക്കെ പറയുന്നത് ഫാസ്റ്റിംഗ് ടൈം 12 hour ആണ് എല്ലായിടത്തും പറയുന്നതെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇത് 48 hours ഫാസ്റ്റിംഗ് ആകുമ്പോൾ നമ്മുടെ സിറം ബിലിറുബിന് കൂടാൻ സാധ്യതയുണ്ട്. നമ്മൾ അതങ്ങനെ ശ്രദ്ധിച്ചിട്ടുണ്ട്. നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. നമ്മൾ കേൾക്കാത്തൊരു കാര്യമാണത്, ഈ ബിലിറുബിൻ്റെ ലെവലിൻ്റെ കാര്യം. സിറം ബിലിറുബിൻ അപ്പോൾ ഇൻക്രീസ് ചെയ്യും 48 hours ഫാസ്റ്റിംഗ് കഴിയുമ്പോൾ. പിന്നെ ഉള്ളത് 72 hours ഫാസ്റ്റിംഗ് ആകുമ്പോഴാണ്. അപ്പോൾ എന്തൊക്കെ കൂടും കുറയും? നമ്മുടെ പ്ലാസ്മ ഗ്ലൂക്കോസ് വാല്യൂ എന്ന് പറയുന്നത് 45 mg/dl കുറയും ഒരു ഹെൽത്തി വുമണിന്. അപ്പോൾ 2.5 millimole/liter ആണ് അതിനെ. ഈ 45നെ millimole/liter 2.5 ആണ്. പക്ഷെ മെന്നിന് വരുന്ന ചേഞ്ചസ് അതേ സമയം ഉണ്ടാകുന്ന വരുന്നതെന്ന് വെച്ചാൽ TGL കൂടും. കാരണം ആ സമയത്ത് നമ്മൾ എന്താ സംഭവിക്കുന്നത്, അവിടെ ലിപ്പോലൈസിസ് നടന്നിട്ട് ബോഡിയിലേക്ക് നമ്മൾ അതർ നോൺ കാർബോഹൈഡ്രേറ്റ് സോഴ്സിൽ നിന്നും സ്റ്റോർ ഗ്ലൈക്കോജിനോലൈസിസ് കൂടെ അത് നടക്കണം അവിടെ. അപ്പോൾ ഈ നോൺ കാർബോഹൈഡ്രേറ്റ് 72 hours കഴിയുമ്പോഴത്തേക്കും ഹെൽത്തി മെന്നിൽ സംഭവിക്കുന്നത് ഇവരുടെ പ്ലാസ്മ ഗ്ലൂക്കോസ് വാല്യൂ കുറയും, 45 ആവുമെന്ന് പറഞ്ഞു. അതേസമയം മെന്നിൽ TGL കൂടും, ഗ്ലിസറോൾ കൂടും, ഫ്രീ ഫാറ്റി ആസിഡ് കൂടും. നമ്മുടെ ലിപ്പോലൈസിസ് നടക്കണം. അപ്പോൾ ഇതൊക്കെ ബോഡിയിൽ കൂടുതൽ എമൗണ്ട് ഉണ്ടായിരിക്കുകയാണ്. അപ്പോൾ ഫാറ്റി ആസിഡ്സ് ഒക്കെ കൂടും. പക്ഷേ കൊളസ്ട്രോളിന് വലിയ ചേഞ്ച് ഒന്നും സംഭവിക്കും. ബാക്കിയെല്ലാം ബോഡിയിൽ ഇൻക്രീസ് ചെയ്യും. ഇനി നമ്മൾ ഓരോ നമ്മുടെ ഇപ്പം നമ്മൾ കൂടുതൽ മീറ്റ് കഴിക്കുകയാണെങ്കിൽ നമ്മുടെ ബോഡിയിൽ ഏതൊക്കെ ടെസ്റ്റുകളാണ് അത്? നമ്മളിപ്പോൾ ഒരാൾ തലേ ദിവസം കുറേ ബീഫ് കഴിച്ചു, അല്ലെങ്കിൽ കുറേ മീൻ കഴിച്ചു, ഫിഷ് കഴിച്ചു ഇട്ട് വന്നു ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ വരികയാണ്. അപ്പോൾ അയാളുടെ ബോഡിയിൽ എന്തൊക്കെ ടെസ്റ്റുകളുടെ ഇന്റർഫിയർ ചെയ്യും, എന്തൊക്കെ കൂടും എന്നാണ് പറയാൻ പോകുന്നത്. ടെസ്റ്റ് അഫക്ട് ചെയ്യുന്ന സാധനങ്ങൾ. ഇപ്പം ഈട്ടിങ് മീറ്റിന് മുന്നേ ഒരു നമ്മുടെ ഇപ്പം അയാൾ ഫാറ്റ് കണ്ടന്റ് അടങ്ങിയ ഒരു മീലാണ് അയാൾ കഴിച്ചിരിക്കുന്നതെങ്കിൽ ഫാറ്റ് കണ്ടന്റ് കൂടുതൽ അടങ്ങിയ ഒരു മീൽ കഴിക്കാം. ഇൻക്രീസ്ഡ് ഫാറ്റ് കണ്ടന്റ് ഉള്ള ഒരു മീൽ കഴിച്ചിട്ടാണ് ഒരാൾ ബ്ലഡ് എടുക്കാൻ വരുന്നതെങ്കിൽ അയാൾക്ക് എന്തൊക്കെ കൂടുതൽ, അയാളുടെ ഫാറ്റ് കണ്ടന്റ് ഭയങ്കര കൂടുതലായിരിക്കും. അപ്പം പ്ലാസ്മ പൊട്ടാസ്യം എന്തൊക്കെ നമ്മൾ ടെസ്റ്റ് ചെയ്യുമ്പോൾ കൂടുതൽ അത് ഫോൾസ്ലി കൂടുന്നതാണ്. ആക്ച്വലി അത്രയും നമുക്ക് ഉണ്ടാവില്ല. പ്ലാസ്മ പൊട്ടാസ്യം പൊട്ടാസ്യം എലിവേറ്റ് ചെയ്യും. TGL, alkaline phosphatase, alkaline phosphatase, alkaline phosphatase, high hydroxy indole acetic acid, high hydroxy. ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? ഇവിടെ ഭയങ്കര മഴയാണ്. high hydroxy indole acetic acid. അപ്പോൾ ഫാറ്റ് കണ്ടന്റ് കൂടുതലുള്ള ഒരു മീലാണ് അയാൾ അന്ന് ഉച്ചയ്ക്ക് കഴിച്ചതെങ്കിൽ അയാളുടെ ലാബിൽ ടെസ്റ്റ് ചെയ്യാൻ വരികയാണെങ്കിൽ എന്താ പറയുക, യൂഷ്വലി അയാൾക്ക് ഉണ്ടായിരിക്കില്ല എത്രയൊന്നും കൂടുതൽ. പക്ഷെ പ്ലാസ്മ പൊട്ടാസ്യം ഹൈ ആയിരിക്കും, TGL ഹൈ ആയിരിക്കും, ആൽക്കലൈൻ ഫോസ്ഫേറ്റേസ് ഹൈ ആയിരിക്കും, ഹൈ ഹൈഡ്രോക്സി ഇൻഡോൾ അസെറ്റിക് ആസിഡ് അത് കൂടുതലായിരിക്കും. ഇനി നമ്മൾ സ്റ്റൂൾ ഒക്കൾട്ട് ബ്ലഡ് ടെസ്റ്റ് ഒരാൾ വരികയാണ്. സ്റ്റൂൾ ഒക്കൾട്ട് ബ്ലഡ് ടെസ്റ്റ് ഒരാൾ വരുവാന്ന് വെച്ചോ. അയാള് എന്തെങ്കിലുമൊക്കെ കഴിച്ചിട്ടുണ്ടോ നമ്മൾ ചോദിക്കണം. എന്ത് കഴിച്ചിട്ടുണ്ടോ എന്നാണ് ചോദിക്കേണ്ടത് നമ്മൾ. എന്തെങ്കിലും മീറ്റ്, ഫിഷ്, അയൺ അടങ്ങിയ എന്തെങ്കിലും ഫുഡ്, ഹോഴ്സ് റാഡിഷ് ഇതൊക്കെ കഴിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കണം. കാരണം നമ്മൾ സ്റ്റൂൾ ഒക്കൾട്ട് ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്നത് ഹീമിനെ ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിനകത്ത് എന്തുണ്ട്, പെറോക്സിഡേസ് അടങ്ങിയിട്ടുള്ള സോഴ്സ് ആണിത്. അപ്പോൾ ഫോൾസ് പോസിറ്റീവ് റിസൾട്ട് നമുക്ക് കിട്ടും. ഫോൾസ് പോസിറ്റീവ് റിസൾട്ട് കിട്ടും. ഓക്കെ.
സ്റ്റൂൾ ഒക്കൽറ്റ് ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ ഒരാൾ വന്നാൽ നമ്മൾ ഒബിയസ്ലി അവരോട് ചോദിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? നിങ്ങൾ മീറ്റ്, ഫിഷ്, അയൺ, ഹോർസ് റാഡിഷ് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇപ്പോൾ കഴിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തെറ്റായ റിസൾട്ട് കിട്ടാനുള്ള സാധ്യത ഉണ്ട്. പിന്നെന്താണ്, ഒരാൾ ഫാറ്റ് കണ്ടന്റ് കൂടുതൽ അടങ്ങിയ മീലാണ് കഴിച്ചിട്ട് വരുന്നതെങ്കിൽ അയാൾക്ക് പൊട്ടാസ്യം കൂടാം, PGL കൂടാം, ആൽക്കലൈൻ ഫോസ്ഫേറ്റേസ് കൂടാം, ഹൈഡ്രോക്സിൻഡോളസിറ്റിക് ആസിഡ് കൂടാം. ഇനി ഒരാൾ ഭയങ്കരമായിട്ട് ലോങ് ടൈം വെജിറ്റേറിയൻ ഡയറ്റാണ്, ഒരു മാസമായിട്ട് വെജിറ്റേറിയൻ മാത്രമാണ്, ബാക്കി ഇറച്ചി, മീൻ, മുട്ട ഒക്കെ ഒഴിവാക്കിയ ഒരാൾ ഡയറ്റ് എടുക്കാന്ന് വെച്ചു. അല്ലെങ്കിൽ അങ്ങനെ ഒരാളും ലാബ് ടെസ്റ്റ് നമ്മൾ ചോദിക്കണം, നിങ്ങൾ വെജിറ്റേറിയൻ ആണോ നോൺ വെജ് ആണോ, എന്താണ് അയാളുടെ ഫുഡ്. അപ്പം എല്ലാം മിക്സ് ആയിട്ട് കഴിക്കണ കുഴപ്പമില്ല. പക്ഷേ അയാൾ ലോങ് ടൈം വെജിറ്റേറിയൻ ആണെങ്കിൽ ഏതൊക്കെ ടെസ്റ്റിനെ അഫക്ട് ചെയ്യും? ലോങ് ടൈം വെജിറ്റേറിയൻ ആണെങ്കിൽ അഫക്ട് ചെയ്യുന്ന ടെസ്റ്റുകളുണ്ട്. അതുകൊണ്ട് തന്നെ അവരോട് അത് ചോദിച്ചിരിക്കണം നമ്മൾ. ഏതെങ്കിലും ഒരു സ്പെസിഫിക് ഏതൊക്കെ സ്പെസിഫിക് ടെസ്റ്റാണ് ഞാൻ പറയാം. FLPക്ക് വരുമ്പോൾ ചോദിക്കാം, നമുക്ക് വൈറ്റമിൻ B12 ടെസ്റ്റ് വരുമ്പോഴും ചോദിക്കാം, കാരണം അതാണ് എല്ലാവർക്കും കുറയുന്നത്. ലോങ് ടൈം വെജിറ്റേറിയൻ ഡയറ്റ് ആണെങ്കിൽ വെജിറ്റേറിയൻ ഡയറ്റ് എടുക്കുന്ന ഒരാളാണെങ്കിൽ അയാൾക്ക് ഡിക്രീസ്ഡ് എന്തൊക്കെ കുറവായിരിക്കും? LDL, VLDL, ടോട്ടൽ ലിപ്പിഡ്സ്, ഫോസ്ഫോലിപ്പിഡ്സ്, കൊളസ്ട്രോൾ, PGL, വൈറ്റമിൻ B12. ഇത്രയും സാധനം അയാൾക്ക് കുറവായിരിക്കും ഒരു ലോങ് ടൈം വെജിറ്റേറിയൻ ഡയറ്റ് ആണെങ്കിൽ. ഇനി വേറൊരാൾ വരുവാണ്, അയാൾ ഭയങ്കരമായിട്ട് ഹൈ മീറ്റ് കഴിക്കുന്ന ഒരാളാണ്, ജിമ്മനാണെന്ന് വെച്ചോ, ഹൈ മീറ്റ് കഴിക്കുന്ന ഒരാൾ, അല്ലെങ്കിൽ ഹൈ പ്രോട്ടീൻ സപ്ലിമെന്റ് എടുക്കുന്ന ഒരാൾ, പ്രോട്ടീൻ കഴിക്കുന്ന ഒരാളാണെങ്കിൽ അയാൾക്ക് എന്തൊക്കെ കൂടുതലായിരിക്കും? ഇൻക്രീസ്ഡ് യൂറിയ, അമോണിയ, യൂറേറ്റ് കൂടും. അപ്പം ലോങ് ടൈം വെജിറ്റേറിയൻ ഡയറ്റ് ആണെങ്കിൽ എന്തൊക്കെ കുറയും? ഒരു ഹൈ മീറ്റ് അല്ലെങ്കിൽ പ്രോട്ടീൻ ഡയറ്റ് എടുക്കുന്ന ഒരാൾക്ക് യൂറിയ, അമോണിയ, യൂറേറ്റ് കൂടുതലായിരിക്കും. ഇനി ഒരു ഡ്രങ്കൺ, ഒരു കള്ളുകുടിയൻ വരികയാണ്, അയാൾക്ക് എന്തൊക്കെ വാല്യൂ കൂടുതലായിരിക്കും? എഥനോൾ ഒത്തിരി കൺസംഷൻ എടുക്കുന്ന ഒരാളാണെങ്കിൽ എന്തൊക്കെ കൂടുതലായിരിക്കും? ഇൻക്രീസ്ഡ് പ്ലാസ്മ ലാക്ടേറ്റ്, ഇതൊക്കെ സ്റ്റേറ്റ്മെന്റിന് ചോദിക്കാം. പ്ലാസ്മ ലാക്ടേറ്റ്, യൂറേറ്റ്, PGL, HDL, കൊളസ്ട്രോൾ, GGT, MCV, ഇത്രയും കൂടുതലായിരിക്കും. എഴുതിയാ